എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മിത്രസംപ്രാപ്തിയിലെ മൂന്നാമത്തെ കഥയാണ്. ഹിരണ്യകൻ പറഞ്ഞ കഥയിലെ ചൂഡാകർണന്റെ അപേക്ഷപ്രകാരം വീണാകർണൻ പറഞ്ഞ കഥയാണിത്. ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ദരിദ്രനായ ബ്രാഹ്മണൻ പുലർച്ചെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് ദാനം നൽകേണ്ട ദിവസമാണ്. ദാനം ചെയ്താൽ പുണ്യം കിട്ടും. ഞാൻ ദാനം വാങ്ങാനായി അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. നീയും അല്പം ഭക്ഷണം മറ്റു വല്ലവർക്കും ദാനം ചെയ്ത് പുണ്യം നേടണം. ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ദാരിദ്ര്യത്തിൽ മുഴുകിക്കിടക്കുന്ന നമ്മുടെ പക്കലുണ്ടോ ഭക്ഷണം വല്ലതും? താങ്കൾ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിൽ പിന്നെ ഞാൻ വയറ് നിറയെ ചോറുണ്ടിട്ടില്ല. ഇത് കേട്ട് ബ്രാഹ്മണൻ ഭയത്തോടെ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്. വളരെ ശ്രദ്ധയോടെ ഉചിത ദേശത്ത് നല്ല സമയത്ത് അർഹന് ചെയ്യുന്ന ദാനം പുണ്യകരമാണ്. അത്യാഗ്രഹിയുടെ തലയിൽ കൊടുമുടി മുളച്ച കഥ കേട്ടിട്ടില്ലേ? തുടർന്ന് അയാൾ അത്യാഗ്രഹിയായ കുറുക്കൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു കാട്ടിൽ ഒരു വേടൻ താമസിച്ചിരുന്നു. അയാൾ കാട്ടിൽ കൂടി നടക്കുമ്പോൾ വലിയൊരു കരടിയെ കണ്ട് അമ്പു തൊടുത്തുവിട്ടു. കരടി ഉടനെ ചാടി വന്ന് വേടനെ പിടിച്ച് കടിച്ച് കൊന്നുകളഞ്ഞു. അമ്പു തറച്ച കാരണത്താൽ താമസിയാതെ കരടിയും പിടഞ്ഞു ചത്തു. ആ സമയത്ത് ഒരു കുറുക്കൻ വിശന്നു പൊരിഞ്ഞ് അവിടെ എത്തിയ കുറുക്കൻ കണ്ടത് ചത്തുകിടക്കുന്ന കരടിയെയും വേടനെയും വേടൻ്റെ വില്ലുമായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് കുറേ ദിവസത്തേക്ക് തിന്നാനുള്ള വക കിട്ടി. ആദ്യം അവിടെ കിടന്ന വില്ലെടുത്തിട്ട് അവൻ വിചാരിച്ചു, ആദ്യം ഈ വില്ലിനെ തിന്നു തീർക്കാം. മറ്റു മാംസം ശ്രദ്ധാപൂർവം അല്പാൽപമായി തിന്നാം. തുടർന്ന് അവൻ വില്ല് കടിച്ചു കീറാൻ നോക്കി. പല ഭാഗങ്ങളിലും കടിച്ചു നോക്കിയെങ്കിലും അവന് കീറാൻ സാധിച്ചത് അതിൻ്റെ ഞാണായിരുന്നു. കുറുക്കൻ കുറച്ചു നേരം പരിശ്രമിച്ചപ്പോൾ വില്ലിൻ്റെ ഞാണറ്റു പോവുകയും വില്ല് നിവർന്ന് കുറുക്കൻ്റെ അണ്ണാക്കു പിളർന്ന് നെറുകയിൽ കൂടി കൊടിമുടി പോലെ പുറത്തു വന്ന് അവൻ ചത്തുപോവുകയും ചെയ്തു. ബ്രാഹ്മണൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്യാഗ്രഹമരുത്. ആയുസ്, കർമ്മം, ധനം, വിദ്യ, മരണം എന്നിവയെല്ലാം തുടക്കത്തിൽ തന്നെ വിധി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് ബ്രാഹ്മണപത്നി പറഞ്ഞു, എങ്കിൽ ശരി, ഇവിടെ കുറച്ച് എള്ളിരിപ്പുണ്ട്. ഞാനതെടുത്ത് എള്ളുണ്ട ഉണ്ടാക്കി ആർക്കെങ്കിലും ദാനം ചെയ്യാം. ഇത് കേട്ട് സന്തോഷവാനായ ബ്രാഹ്മണൻ ദാനം വാങ്ങാനായി അയൽഗ്രാമത്തിലേക്ക് പോയി. ബ്രാഹ്മണ സ്ത്രീയാകട്ടെ എള്ളെടുത്ത് കഴുകി വൃത്തിയാക്കി വെയിലത്തുണക്കാൻ വെച്ചു. ആ സമയത്ത് ഒരു പട്ടി വന്ന് ആ എള്ള് അശുദ്ധമാക്കി. ഇത് കണ്ട ബ്രാഹ്മണ പത്നി ആലോചനയായി, ഇനി എന്തു ചെയ്യും? ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴുകി വൃത്തിയാക്കിയ എള്ളിനു പകരം വെടിപ്പാക്കാത്ത എള്ളു തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ആരായാലും തരാതിരിക്കില്ല. അങ്ങനെ ഒരു വീട്ടിലെത്തി ഇക്കാര്യം പറഞ്ഞപ്പോൾ നല്ല എള്ള് കിട്ടുമെന്ന് കരുതി സന്തോഷിച്ച് ആ വീട്ടിലെ സ്ത്രീ എള്ള് മാറ്റിക്കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീയുടെ മകൻ പറഞ്ഞു, അമ്മേ, മോശം എള്ളിന് പകരം ആരെങ്കിലും നന്നാക്കിയ എള്ള് തരുമോ? ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടാകും. അത് കേട്ട് ആലോചിച്ച ആ ഗൃഹസ്ഥ ബ്രാഹ്മണിയുടെ എള്ളു വാങ്ങിയില്ല. അങ്ങനെ എന്ത് കാര്യം നടക്കുന്നതിനും ഒരു കാരണമുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വീണാകർണൻ ബ്രാഹ്മണന്റെ കഥ അവസാനിപ്പിച്ചു. വെറുമൊരു എലിക്ക് ഇത്രയും തേജസ് ഉണ്ടാവില്ല, അതിനൊരു കാരണവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണാകർണൻ എലിയുടെ വാസസ്ഥലം കണ്ടുപിടിക്കാൻ പോകുന്ന കഥ അടുത്ത ഭാഗത്തിൽ പറയാം. മിത്രസംപ്രാപ്തിയിലെ മൂന്നാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.